മഹാനും ഭയങ്കരനുമായി ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെയും അറിയിക്കട്ടെ. 2-3 ദിവസങ്ങൾക്ക് ശേഷമായി നമുക്കിന്ന് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ബുധനാഴ്ച യാത്രയിലായിരുന്നു. വ്യാഴവും വെള്ളിയും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തായിരുന്നതുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് നടത്താനായിട്ട് സാധിച്ചില്ല. വല്ലപ്പോഴുമൊക്കെ ഒരു കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ഒരു ചെറിയ, ചിലപ്പം 5-10 സെക്കൻഡുകളിലേക്ക് മാത്രമേ ആ സമയത്ത് അവിടെ മൊബൈൽ ഡേറ്റ കിട്ടൂ. വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല, മൊബൈൽ ഡേറ്റ കിട്ടുമായിരുന്നുള്ളൂ. ആ സമയത്താണ് ഞാൻ ആ മെസ്സേജ് അയച്ചത്. അയച്ച സമയത്തൊന്നും ഡെലിവർ ആയില്ല, കുറെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസം നമുക്ക് മീറ്റിംഗ് നടത്താൻ കഴിയാതെ പോയത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. സുവിശേഷത്തിൻ്റെ വക്താക്കളായി നിലനിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. ഞാൻ പോയ സ്ഥലത്ത് സുവിശേഷകന്മാരോട് പറഞ്ഞ ഒരു സന്ദേശത്തിൻ്റെ ഒരു ചെറിയ അംശം, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷമായി ബന്ധപ്പെട്ട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങൾക്ക് ആവർത്തനമായിരിക്കും, എന്നാലും സാരമില്ല. റോമാലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. റോമൻസ് 1:14. I am under obligation both to Greeks and to barbarians, both to the wise and to the foolish. I am obliged. I am under obligation. Otherwise, I am a debtor. ഞാൻ കടക്കാരനാകുന്നു. എല്ലാവരോടും ഞാൻ കടക്കാരനാകുന്നു. വേഴ്സ് 15, 15-ാം വാക്യം. So I am eager to preach the gospel to you also who are in Rome. I am eager to preach the gospel. I am ready to preach the gospel. ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നു. I am eager. I am ready to preach. 16, verse 16. For I am not ashamed of the gospel. I for am it not, is but I am not ashamed of the gospel. ഞാൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 3 കാര്യങ്ങൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നു. ഞാൻ കടക്കാരനാണ്, ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. നമ്മുടെയും ജീവിതാനുഭവമാകട്ടെ ഇത്. സ്തോത്രം. നാമും എല്ലാവരും ഏതൊരു മനുഷ്യനോടും കടക്കാരനാണ് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പണക്കാരനോടും പാവപ്പെട്ടവനോടും കറുത്തവനോടും വെളുത്തവനോടും ആഫ്രിക്കക്കാരനോടും അമേരിക്കക്കാരനോടും സകലരോടും, അതാണ് പറഞ്ഞിരിക്കുന്നത്, ബർബരന്മാർക്ക് പോലും ഞാൻ കടക്കാരനാകുന്നു. ബാർബേറിയൻസ്, ബർബരന്മാർ, വെറും അപരിഷ്കൃതരായ മനുഷ്യർ, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, അണെത്തിക്കലായിട്ടുള്ള, ഒന്നും അറിഞ്ഞുകൂടാത്ത വെറും കാട്ടുമനുഷ്യരെ പോലെയുള്ളവർ, ബാർബേറിയൻസ്. I am a debtor to them even. ആരാ പറയുന്നത്?
the highest ranked Paul. Religiously, he is on the top. Educationally, intellectually, എല്ലാ നിലയിലും ഏറ്റവും ഉയർന്ന നിലയിലുള്ള, ജാതിപരമായി നോക്കിയാൽ യഹൂദനാണ് ഏറ്റവും ഉയർന്നവൻ. ജാതിപരമായി, മതപരമായി, ബുദ്ധിപരമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സംസ്കാരപരമായിട്ടൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന യഹൂദനായ പൗലോസ് പറയുന്നു, ഞാൻ ബർബരന്മാർക്ക് പോലും കടംപെട്ടിരിക്കുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും കടം മേടിച്ചിട്ടാണോ? അല്ല. പക്ഷേ അവർക്ക് കൊടുക്കാൻ മറ്റൊരാൾ എന്തോ പൗലോസിനെ ഏൽപ്പിച്ചു. സ്തോത്രം. വർക്കിച്ചാന്റെ കയ്യിൽ നിന്ന് ഞാനൊന്നും കടം മേടിച്ചിട്ടില്ല. പക്ഷേ ജയപ്രകാശ് പാസ്റ്റർ എന്നെ എന്തോ ഒരു സാധനം ഏൽപ്പിച്ചു, വർക്കിച്ചാന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് കൈപ്പറ്റുകയും ചെയ്തു. ചിലപ്പോൾ വർക്കിച്ചാൻ അറിയത്തുപോലുമില്ല അങ്ങനെ ഒരു സാധനം ഇതിൽ ഉണ്ടെന്ന്. പക്ഷേ ആ സാധനം ഞാൻ കൃത്യതയോടെ കൈമാറാത്തിടത്തോളം കാലം എനിക്ക് തന്നയാളിനോടും ഞാൻ കൊടുക്കേണ്ടയാളിനോടും കടംപെട്ടിരിക്കുന്നു. ഈ സകല ജാതികൾക്കും കൊടുക്കുന്നതിനുള്ള രക്ഷയുടെ സന്ദേശം, സുവിശേഷം ദൈവം പൗലോസിനെ ഏൽപ്പിച്ചു എന്ന ബോധ്യം പൗലോസിനുണ്ട്. അത് കൊടുക്കാത്തിടത്തോളം കാലം പൗലോസ് അവർക്ക് കടക്കാരൻ. അതേ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. പിന്നെ എപ്പോഴും എവിടെയും സുവിശേഷം പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുക. രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ. നമ്മൾ ശരീരത്തിൽ ഒത്തിരി ക്ഷീണിതരായിരിക്കും. ചിലപ്പോൾ ഒന്ന് തല ചായ്ച്ചാൽ മതി എന്നായിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് ഒരാളിനോട് കർത്താവിനെ പറ്റി പറയാൻ ഒരു ചെറിയ അവസരം കിട്ടുന്നത്. ഓ, ഞാൻ ക്ഷീണിച്ചു, നാളെ ആകട്ടെ എന്ന് വയ്ക്കരുത്. സ്തോത്രം. എല്ലായ്പ്പോഴും തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. Be ready in season and out of season. This is what Paul urged Timothy. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ ചേർന്ന ആദ്യ സമയങ്ങളിൽ പ്രായമുള്ള കർത്താവിന്റെ ദാസന്മാർ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അവർ പറഞ്ഞു തന്ന ഈ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം. ഒരു ചർച്ചിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ, അയ്യോ ഞാൻ ബൈബിൾ കൊണ്ടൊന്നുമില്ല, എൻ്റെ ബൈബിൾ എൻ്റെ കയ്യിലില്ല, ഞാൻ ഒരുങ്ങിയല്ല വന്നത് എന്നൊന്നും പറഞ്ഞേക്കരുത്. എപ്പോഴും ഒരുങ്ങിയിരുന്നോണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മൂന്നാമത്തെ കാര്യമാണ്, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സ്തോത്രം. ആറു കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ശത്രുക്കൾക്ക് പോലും ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാത്ത നിഷ്കളങ്കനായ ദൈവകുഞ്ഞാടാം യേശുക്രിസ്തുവിന്റെ മരണവാർത്തയും ഉയർപ്പിന്റെ വാർത്തയുമാണ് ഈ സുവിശേഷം എന്നുള്ളത്. അതെ, മുഖത്ത് തുപ്പലേറ്റവനായും വസ്ത്രമെല്ലാം ഊരി മാറ്റിയവനായും നഗ്നനായി ക്രൂശിക്കപ്പെട്ട നിന്ദിതനായ ഒരു മനുഷ്യനെ പറ്റിയുള്ള വർത്തമാനം തന്നെയാണ് സുവിശേഷം. പക്ഷേ ആ സുവിശേഷം പ്രസംഗിക്കുവാനും നമുക്ക് ലജ്ജിക്കേണ്ടതില്ല.
കാരണം ഒരു കുറ്റവാളിയെ പോലെയാണ് അവൻ ക്രൂശിക്കപ്പെട്ടതെങ്കിലും കുറ്റമൊന്നും ചെയ്തവനല്ല. ചെയ്തില്ലെന്ന് നമ്മൾ പറയുകയല്ല, ശത്രുക്കൾക്ക് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മളതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചോ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചോ പറയാൻ നമുക്ക് ലജ്ജിക്കേണ്ടതില്ല. The gospel is worth suffering, even martyrdom. എന്ത് കഷ്ടവും, രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള എന്ത് കഷ്ടവും സഹിക്കുവാൻ യോഗ്യമായതാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, I am not ashamed of the gospel. നമ്മുടെയും ഈ 3 കാര്യങ്ങൾ അനുഭവമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മുഖവുര ഇവിടെ ഞാൻ നിർത്തുന്നു. സ്തോത്രം. നിങ്ങളെ പിണങ്ങത്തില്ലെന്ന് ഞാൻ കരുതുന്നു, നമ്മുടെ വിഷയത്തിൽ നിന്നും മാറിയായതുകൊണ്ടും. സ്തോത്രം. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കാര്യങ്ങൾ അങ്ങ് പങ്കുവച്ചു എന്നേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 2-3 ദിവസം ആയല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും കൂടെ വായിച്ചിട്ട് അവിടേക്ക് പോകാം. നാം പ്രസ്താവിക്കുന്ന ഭാവി കാലത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സ്തോത്രം. നമ്മള് ആഴ്ചകളായിട്ട് ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി നമ്മൾ ചിന്തിച്ച ഭാഗം ഓർമ്മ കാണുമല്ലോ. മനുഷ്യനെ കുറിച്ചായിരുന്നു നമ്മൾ നോക്കിയത്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. മർത്യനെ നീ ഓർക്കുവാൻ, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കുവാൻ അവൻ എന്ത്? മർത്യൻ, മോർട്ടൽ ബീയിങ്. It shows our corruptibility, our mortality. മനുഷ്യന്റെ മർത്യതയെയാണ് അവിടെ കാണിക്കുന്നത്. മനുഷ്യന്റെ നശ്വരതയെ. സ്തോത്രം. മനുഷ്യന്റെ നശ്വരത, മനുഷ്യന്റെ ദ്രവത്വം. അപ്പോൾ മനുഷ്യന്റെ മർത്യത, ദ്രവത്വം, നിസ്സാരത്വം, അവന്റെ നശ്വരത, ഇതെല്ലാമാണ് അവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. നീ മനുഷ്യനെ, മർത്യനെ നീ ഓർക്കുവാൻ, മനുഷ്യപുത്രനെ സന്ദർശിപ്പാനും അവൻ എന്തുമാത്രം.
അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചൊവ്വാഴ്ച ചിന്തിച്ചത്. അതിൽ നമ്മൾ കണ്ടു, അവിടെ ഓർക്കുക, ബീങ് മൈൻഡ്ഫുൾ എന്നതിൻ്റെ മൂലപദത്തിന്റെ അർത്ഥം നമ്മൾ കണ്ടു. റിമെമ്പറിങ് വിത്ത് അഫെക്ഷൻ. റിമെമ്പറിങ് വിത്ത് അഫെക്ഷൻ. റിമെമ്പറിങ് ടു ഹെൽപ്പ് എ പേഴ്സൺ. ഒരുവനെ സഹായിക്കാൻ സഹാനുഭൂതിയോടുകൂടെ നോക്കുന്ന, ഓർക്കുന്ന അവസ്ഥയാണ് മൂലപദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചൊവ്വാഴ്ച കാണുകയുണ്ടായി. സ്തോത്രം. അവിടെ പറയുന്നത് ഒരു പ്രസന്റ് ടെൻസില്ല, വർത്തമാന കാലത്തിലാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ആ പ്രസന്റ് ടെൻസിന്റെ അർത്ഥം God continually remembering us. He never ceased to remember man. മനുഷ്യനെ ഓർക്കുന്നത് കർത്താവ് ഒരിക്കലും നിർത്തുന്നില്ല, ഓർത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അവിടുത്തെ ആ ഗ്രാമർ, വ്യാകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഹലോ പാസ്റ്ററേ, ഓർമ്മയുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഞാൻ പലരോടും പറയുന്നത്, ഓർക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളെ മറന്നിട്ടില്ല. മറക്കുന്നെങ്കിൽ ഓർത്താ മതിയല്ലോ, മറന്നിട്ടില്ല. സ്തോത്രം. അപ്പോൾ ദൈവം ഓർത്തുകൊണ്ടേയിരിക്കുന്നു മനുഷ്യനെ. ദൈവം മനുഷ്യനെ മറന്നിട്ടേയില്ല. സ്തോത്രം. പക്ഷെ ഈ സത്യം അറിഞ്ഞ ഭക്തൻ ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, അങ്ങ് ഇത്രയ്ക്കും വലിയ ദൈവമായിരിക്കെ, ഇത്രയ്ക്കും മഹത്വപൂർണനായിരിക്കെ, സ്തോത്രം, ഞങ്ങളുടെ ഒരാവശ്യവും ഇല്ലാത്തവനായിരിക്കെ, അങ്ങേക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ഈ മനുഷ്യകുലത്തെ അങ്ങ് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കത്തക്കവണ്ണം എന്തുണ്ടപ്പാ. സ്തോത്രം. അതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായല്ലോ, ഏതാണ്ട് 3-4 ഭാഗങ്ങളിലാണ് ഈ ചോദ്യം വേദപുസ്തകത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായിരുന്നു, ഒന്നും കൂടെ ഞാൻ പറയുന്നേ ഉള്ളൂ, വായിക്കണ്ട. സങ്കീർത്തനം 8-ന്റെ 4-ാമത്തെ വാക്യം, സങ്കീർത്തനം 144-ന്റെ 3-ാമത്തെ വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ, പിന്നെ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എബ്രായലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും. സ്തോത്രം. അതുപോലെ ഈ 4 ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഈ ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. മനുഷ്യനെ ദൈവം ഓർക്കുവാൻ മനുഷ്യൻ എന്തുള്ളൂ? അങ്ങനെ ഓർക്കുന്നത് ദൈവം ഓർത്തുകൊണ്ടേയിരിക്കുന്നുവെന്നും സഹായിപ്പാൻ വേണ്ടി സഹാനുഭൂതിയോടുകൂടെ ഓർക്കുന്നു എന്നുമാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. ഇത്രയും ഭാഗങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ളതുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം മനുഷ്യനെ ഓർക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, രക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. രക്ഷയുമായി.
God considered man. സ്തോത്രം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടെ ആവർത്തിച്ചോട്ടെ. വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ പാപം ചെയ്തപ്പോൾ, എന്നാ പിന്നെ അവരുടെ മേലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെങ്കിലും എങ്കിൽ തിരിച്ചെടുക്കാമെന്ന നിലയിൽ പോലും കർത്താവ് അവരെ ഓർത്തില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അലമാരി നോക്കാൻ വേണ്ടി വാങ്ങാനായിട്ട് ഞാൻ പോയി. ഞങ്ങൾ ഈ ട്രാൻസ്ഫറബിൾ ആയിട്ട് ഉള്ളത് കൊണ്ട് വീടുകളും വാടകയ്ക്ക് മാറി മാറി നിൽക്കുന്നത് കൊണ്ട് 11 മാസമേ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദൈവം സഹായിച്ചേതായാലും ഇവിടെ ഈ വീട്ടിൽ തന്നെ ഇപ്പം 3-4 വർഷം ആകുന്നു. എല്ലാ 11 മാസം കൂടുമ്പോഴും ഓണറിനോട് സംസാരിച്ച് എഗ്രിമെന്റ് പുതുക്കുന്നു. എന്നാൽ 2 വർഷത്തേക്ക് ഒരുമിച്ച് 22 മാസത്തേക്ക് ഒരുമിച്ച് എഗ്രിമെന്റ് എഴുതാൻ പറഞ്ഞ് സമ്മതിക്കത്തില്ലത്തെ. 11 മാസം. അപ്പൊ ഞങ്ങളിങ്ങനെ 11 മാസം ആദ്യത്തെ ഇതിനു മുമ്പ് ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഏതാണ്ട് 1 കൊല്ലമേ താമസിച്ചുള്ളൂ. അതിനു മുമ്പും അതുപോലെ തന്നെ. അപ്പോൾ പിന്നെ ഈ സാധനങ്ങളുമായിട്ട് 11 മാസം കൂടുമ്പം പുതിയ വീടുകളിലേക്ക് പോവുക പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു പഴയ അലമാരി വല്ലതും മേടിച്ചാൽ മതി. അതിനുവേണ്ടി ഞാൻ കുറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയി. ഇപ്പൊ ചെന്നപ്പം ചിലയിടത്തൊക്കെ ഭയങ്കര കട്ടിയുള്ള പഴയ സാധനം ഇരിപ്പുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, സാറേ നിങ്ങൾക്കിനി ഇത് ഒരിക്കൽ വേണ്ടെന്ന് വെച്ചാൽ തൂക്കി ആക്രിക്കാർക്ക് കൊടുത്താലും ഇപ്പൊ നിങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും. അലമാരിയാണ്, നല്ല പഴയ ഇരുമ്പിന്റെയാ, ഭയങ്കര കട്ടി. അതും കൊണ്ട് ഇവിടെ നിന്ന് കയറി വരാനൊക്കത്തില്ല. മേടിച്ചില്ല ഒന്നും. പറഞ്ഞു വന്നതിന്റെ സാരം, ഉപയോഗശൂന്യമായി തീർന്നാലും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. നമ്മൾ പലപ്പോഴും വലിച്ചെറിഞ്ഞു കളയുന്ന പല സാധനങ്ങളും മറ്റു പലരും അത് പെറുക്കിക്കൊണ്ടുപോയിട്ട് അതിൽ നിന്നും മറ്റ് ഉൽപ്പന്നങ്ങളെ വേർതിരിച്ച് അതിൽ നിന്നും പണം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ കളയുന്ന ഒത്തിരി സാധനങ്ങൾ, അതിനകത്ത് ചിലപ്പോൾ കോപ്പർ, ചെമ്പ് കാണും. അങ്ങനെയുള്ള പല സാധനങ്ങളും ഒരു വേർതിരിച്ച് വളരെ നല്ല വിലയ്ക്ക് വിൽക്കും. എന്നാൽ ദൈവം മനുഷ്യനെ ഓർത്തു എന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും യാതൊരു സാധ്യതകളില്ലാത്ത, ഏതുമില്ലാത്ത, നിസ്സാരത്വമുള്ള ഈ മനുഷ്യനെയാണ് നമ്മുടെ യാതൊരു ആവശ്യങ്ങളും ഇല്ലാത്ത ദൈവം ഓർത്തത്. എന്തിനു വേണ്ടിയാണ് ഓർത്തത്? എന്തിനു വേണ്ടിയാ ഓർത്തത്? നമ്മുടെ ആലിസാൻഡി എന്തോ പറയാൻ വന്നായിരുന്നല്ലോ, പറഞ്ഞോണ്ടി. To redeem man? Of course, for our redemption, to redeem us. മറ്റൊന്നിനു വേണ്ടിയല്ല, നമ്മെ വീണ്ടെടുക്കാൻ, രക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അവൻ നമ്മെ ഓർത്തു എന്ന് പറയുന്ന കാര്യം. നമ്മൾ പക്ഷേ 136 സങ്കീർത്തനത്തിൽ നിന്ന് ആണ്ടരുതിക്ക് പാടുന്നത്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയരേ, കഴിഞ്ഞ വർഷം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു. അതൊക്കെ ഞങ്ങൾ അല്പം വൈബ്രേഷനൊക്കെ ഇട്ട് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ആത്മാവ് വരും.
ആ താഴ്ചയും ആ ഓർമ്മയും അല്ല ഇവിടുത്തേത്. സ്തോത്രം. പകരം നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ അനേകം മടങ്ങ് തിരികെ തരുവാൻ, അതിന് നമ്മെ സഹായിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ ഓർത്തത്. കർത്താവ് നമ്മെ ഓർത്തത്. സ്തോത്രം. അവൻ നമ്മെ ഓർത്ത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സൃഷ്ടി ചെയ്ത വസ്തുക്കളുടെ ബന്ധത്തിൽ ദൂതന്മാർ ഏറെ ശ്രേഷ്ഠരാണ്. അവരെ ദൈവം സൃഷ്ടി ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേണമെങ്കിൽ വകമാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാ. എന്നാൽ പാപം ചെയ്ത അവരെ, സൃഷ്ടിപ്പിന്റെ ആ ശ്രേഷ്ഠതയുള്ളവരെ കർത്താവ് ഓർക്കാതിരുന്നപ്പോൾ, വെറും പൊടികൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, പാപം ചെയ്ത വീണുപോയ, മർത്യനായിത്തീർന്ന, വഷളായിപ്പോയ മനുഷ്യനെ ദൈവം അഫക്ഷനേറ്റായി, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ഓർത്തു. ഒരിക്കൽ ഒന്ന് മിന്നിമറഞ്ഞത് മാത്രമല്ല ചിന്തയിൽ, ആ ഓർമ്മ നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അതിനെ പറ്റിയൊരു ഉദാഹരണം നമുക്കുള്ളത് മുടിയൻ പുത്രന്റെ കാര്യമാണ്. സ്തോത്രം. മുടിയൻ പുത്രനെല്ലാം വാങ്ങിച്ച്, തീർച്ചയായിട്ടും അപ്പൻ ഒത്തിരി അവനെ വിലക്കി കാണും. മോനെ പോകണ്ട, പോകണ്ട, നിനക്ക് ഇവിടെ താമസിക്കാം, എൻ്റെ കരുതൽ ഒക്കെ നിനക്കുണ്ട്. അപ്പൻ ഒത്തിരി സ്നേഹത്തോടെ പറഞ്ഞു കാണും. അപ്പന്റെ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ടായിരിക്കണം ആ ഇളയ മകൻ, ധൂർത്ത മകൻ ഇറങ്ങിപ്പോയത്. എന്നാലും അവനോടുള്ള വാത്സല്യം നഷ്ടപ്പെടുത്താതെ, ഒരു നാൾ അവൻ മടങ്ങി വരുമെന്നും മടങ്ങി വരണമെന്നുമുള്ള പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടെ കാത്തിരുന്ന ആ നഷ്ടപ്പെട്ടുപോയ മകനെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടേയിരുന്ന ഒരപ്പനെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ അപ്പനാണ് യഥാർത്ഥത്തിൽ ആര്? നമ്മുടെ കർത്താവ്. ആ ധൂർത്തുപുത്രനാണ് മനുഷ്യജാതി മുഴുവനും. സ്തോത്രം. മനുഷ്യജാതി മുഴുവനും. എന്നാൽ ആ മകനെ മറക്കാതെ ഓർത്തുകൊണ്ടേയിരുന്ന ഒരപ്പനെ പോലെ മനുഷ്യജാതി മുഴുവനും ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടും, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചിട്ടും, പോയിടത്ത് പോകട്ടെന്നും പറഞ്ഞ് ദൂതന്മാരെ കൈവിട്ടതുപോലെ കൈവിട്ടില്ല. നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം നമ്മെ കരുതി, സ്നേഹത്തോടെ കരുതി. സ്തോത്രം. ദൈവത്തിന് മനുഷ്യനോട് മാത്രമുള്ള ഒരു വലിയ ആർദ്രതയാണ്, കരുണയാണ്, കരുതലാണുള്ളത്. ഞാൻ ഈ പറഞ്ഞ താരതമ്യം നമുക്ക് 8-ാം സങ്കീർത്തനത്തിൽ കാണാം. സ്തോത്രം. 8-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം, When I look at your heavens, the work of your fingers, the moon and the stars which you have set in place, what is man that you are mindful of him, and the son of man that you care for him? സ്തോത്രം.
നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? Here is the comparison. When you consider the firmament, the skies, the heavens, when you consider the sun, moon, and stars, which your fingers, your hands have made, what is man? ആ താരതമ്യം കണ്ടോ? ദൈവത്തിന്റെ വിരലുകളുടെ പണിയായ ആകാശം. 19-ാം സങ്കീർത്തനത്തിലും നാം അങ്ങനെ വായിക്കുന്നുണ്ട്. ആകാശം ദൈവത്തിന്റെ ആകാശവിധാനം, അവന്റെ കൈവേലയെ. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിലാണ്, ദൈവത്തിന്റെ കരവിരുത്, ദൈവത്തിന്റെ ജ്ഞാനമാഹാത്മ്യം ഈ സൃഷ്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ഒരു ഭർത്താവ് തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ശവകുടീരത്തിന് വേണ്ടി പണിത് വെച്ചത് ലോക സപ്താത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും ലോകത്തിൽ നിൽക്കുന്നു. അതിൻ്റെ അന്നത്തെ ഭംഗിയുടെ പകുതി പോലുമില്ല. അവിടുത്തെ രത്നങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ അവിടെ നിന്നും മാറ്റപ്പെട്ടു. എന്നാലും ആ സ്മാരകത്തെ കാണാൻ ഇന്നും ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. നമുക്കറിയാമല്ലോ, ഞാൻ ഈ പറഞ്ഞത് താജ്മഹലിനെ കുറിച്ചാണ്. എ മോണുമെന്റ് for a dead wife by a loving husband. It is now centuries and centuries passed away, but still that monument is so much of attraction. Thousands of tourists come just to see the beauty of his imagination or his architect. അയാളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ സൃഷ്ടിയുടെ മനോഹാരിതയെ ആസ്വദിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നെങ്കിൽ താജ്മഹലിനേക്കാൾ, അതും കൃത്യമായ സമയത്ത് പോളിഷിങ്ങും ഒക്കെ നടത്തണം അതിനകത്ത്, എന്നിട്ടാ ഇത്രയെങ്കിലും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു പോളിഷിങ്ങും നടത്താതെ, ഒരു ക്ലീനിങ്ങും ഒരു കഴുകലും ഒന്നും നടത്താതെ, ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളായി ജ്വലിച്ചു പ്രകാശിക്കുന്ന സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയും ആകാശത്തെയും ഒക്കെ ഒന്ന് പരിഗണിക്കുമ്പോൾ മനുഷ്യൻ അതിൻ്റെ ഒരു പൊട്ടുപോലെ മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവം ആ മനുഷ്യനെ ഓർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഭക്തന്മാരെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പം ഈ സൃഷ്ടികളെയൊക്കെ കണ്ടാൽ, അവയുമായി തട്ടിച്ചു നോക്കിയാൽ മനുഷ്യന് എന്തെങ്കിലും വിശേഷതയുണ്ടോ? പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് ദൈവത്തിന് ഇവനെ കൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? എന്നിട്ടും അവൻ നമ്മെ ഓർത്തു എന്നുള്ളതാണ് ഭയങ്കരം. ഓർക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവം ഓർക്കുന്നുണ്ട്, നമ്മൾ വെറും
പൊടിയാണെന്ന്. He remembers we are but dust. നമ്മൾ പൊടിയാണ്, പൊടിയെന്ന് ഓർക്കണമേ എന്നൊക്കെയാ പറയുന്നത്. സ്തോത്രം. നമ്മുടെ സൃഷ്ടിപ്പിന്റെ, നമ്മുടെ അസ്തിത്വത്തിന്റെ, ഓഫ് അവർ ക്രിയേഷൻ, ഓഫ് അവർ എക്സിസ്റ്റൻസ് ഒക്കെ നിസ്സാരത്വം ദൈവം അറിഞ്ഞിട്ടും അവൻ നമ്മെ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെയാണ് കർത്താവ് നമ്മെ രക്ഷിപ്പാനായിട്ട് പദ്ധതി ഒരുക്കിയത്. അവൻ നമ്മെ രക്ഷിച്ചു. നീ രക്ഷിച്ചപ്പോഴും അതിനകത്തുമുണ്ട് ഇതുപോലെ ഒരു താരതമ്യം. അത് പൗലോസ് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. കൂടെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പം സൃഷ്ടികളുമായി, ബൃഹത്തായ പ്രപഞ്ചവുമായി സൃഷ്ടിച്ചു നോക്കിയാൽ മനുഷ്യൻ അതിനകത്തെ വെറും ഒരു പൊട്ടു മാത്രമാണ്. എങ്കിലും ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് അവന് വേണ്ടിയിട്ട് അവനെ ഓർത്തു എന്നാണ് നമ്മൾ ആദ്യം കണ്ടത്. When we consider this vast universe, majestic creation of God, simply if we look into the solar system, man is but just a dust. He is nothing compared to this vast, great creation. But still God remembers him. In the same way, another comparison with the chosen ones of God, as Paul the Apostle has simply noted down in 1 Corinthians chapter 1. It begins by verse 18, but we will just read verse 26. 26-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 1:18 തൊട്ടുണ്ട്. നമ്മളിപ്പോൾ 26 വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളോ ബലവാന്മാരോ കുലീനന്മാരോ വിളിക്കപ്പെട്ടിട്ടില്ലെന്നാ പറയുന്നേ. വിളിക്കപ്പെട്ടവരിൽ ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ ഏറെയില്ല. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ഇല്ലെന്നല്ല, ഏറെയില്ല. ബുദ്ധിമാന്മാർ, ശക്തിമാന്മാർ, കുലശ്രേഷ്ഠന്മാർ, വിദ്യാസമ്പന്നന്മാർ, സൗന്ദര്യമുള്ളവർ, ബുദ്ധിവൈഭവമുള്ളവർ വളരെ കുറവാ വിളിക്കപ്പെട്ടവരിൽ. സ്തോത്രം. നമ്മളൊക്കെ പലപ്പോഴും പരാതി പറയുന്ന ഒരു സംഗതിയാ. പരാതിയും പിന്നെന്താ പരിഭവവും ഒക്കെ ആയിട്ട് പറയുന്ന കാര്യ ഈ പാസ്റ്റർമാരെ കുറിച്ച് ലോകക്കാരും പറയാറുണ്ട്. ഒരു എന്തോ ലക്കും ലഗാനും ഒന്നും ഇല്ലാത്ത, വിവരവും എന്തുവാ വെള്ളിയാഴ്ചയൊന്നും അറിഞ്ഞുകൂടാത്ത, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ.
വെളിവും വെള്ളിയാഴ്ചയും. വെളിവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്തവരാ ഇതുങ്ങള്. പഠിത്തവും ഇല്ല. ശരിയാ, നമ്മളൊക്കെ ചില സമയത്ത് പാസ്റ്റർമാരെ കുറിച്ച് പൊതുവെ പറയും. എന്നാൽ ഈ വാക്യത്തിന്റെ മുമ്പിൽ വരുമ്പം ദൈവം അവരെ അങ്ങനെ അങ്ങ് തെരഞ്ഞെടുത്തതാ. സ്തോത്രം. ലോകാഭിപ്രായ പ്രകാരം അവര് ബുദ്ധിമാന്മാരല്ല, ബലവാന്മാരല്ല, കുലീനന്മാർ, നോബിൾ അല്ല. സ്തോത്രം. ബൈ നോയിങ് ഇറ്റ് ഗാഡ് ചോസ് ദം. ഞാനും നിങ്ങളുമൊക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ്. ഇങ്ങനെ ആയിരുന്നില്ല ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്കിൽ ഞാൻ ഇതിനകത്ത് വരുത്തില്ലായിരുന്നു. ഭംഗിവാക്കായിട്ട് പറയുകയല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്ത് ദൈവത്തിന്റെ വചനം പറഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവത്തിന്റെ സ്ഥാനത്ത് എൻ്റെ സ്വന്തം അപ്പനായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. എൻ്റെ സ്വന്തം അപ്പനായിരുന്നു. എൻ്റെ കഴിവുകേടുകളും അപര്യാപ്തതകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ജെനുവിൻലി. സ്തോത്രം. മനുഷ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു, സൃഷ്ടിയുടെ മാഹാത്മ്യത്തെ നോക്കിയാൽ മനുഷ്യൻ അതിൽ വെറും ഒരു ബിന്ദു മാത്രമാണ്. സ്തോത്രം. അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിൽ വരുമ്പോഴും നമ്മളൊന്ന് തട്ടിച്ചു നോക്കുന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ഏതുമല്ല. പക്ഷേ ദൈവത്തിന് അങ്ങനെ അങ്ങ് പ്രസാദമായി. ഞാനിപ്പം പോയ സ്ഥലത്ത് അവര് എല്ലാ യോഗങ്ങളിലും എല്ലാ സെഷൻസിലും ദർശൻ ഗീത് എന്നും പറഞ്ഞ ഒരു പാട്ട് പാടുമായിരുന്നു. ദർശൻ ഗീത് എന്ന് പറഞ്ഞാൽ വിഷൻ സോങ്. മറ്റു പല ചിലപ്പോൾ തീം സോങ് എന്നൊക്കെ ആയിരിക്കും. ഞാൻ പോയ സംഘടനയുടെ വിഷൻ, അതിൻ്റെ സ്ഥാപകരും അതിൻ്റെ നേതാക്കന്മാർക്കുമൊക്കെ ലഭിച്ച ദർശനത്തെക്കുറിച്ചുള്ള ഒരു പാട്ട്. പല പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്: ബുലാഹട്ട് കി ധ്വനി സുന, മേരാ പ്രഭു ഹേ യഹ സമझा, പാസ് മേ ഭയ കെ സാത്ത് മേ ഗയാ, പീछे ആ കഹാ ആകെ ബഢാ. ഞാന് വിളി കേട്ടു. എന്റെ കർത്താവായ യേശുവാണ് എന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കി. ഞാൻ പേടിച്ച് അവിടുത്തെ അടുക്കലേക്കെത്തി. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുമ്പോട്ടങ്ങ് നടന്നു. അടുത്ത സ്റ്റാൻസ: ബുദ്ധി മേ കംസോർ ഹൂം, യഹ ജാൻകർ ഭി മുझे तू क्यों बुलाया, ज्ञानवानों को लज्जित करने पीछे आ कहा आगे बढ़ा. ഞാൻ ഭോഷനാണെന്നറിഞ്ഞിട്ടും, ബുദ്ധിയിൽ ഞാൻ ശിശുവാണെന്നറിഞ്ഞിട്ടും അങ്ങനെ എന്തിനാണ് വിളിച്ചത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്നോട് കർത്താവ് പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനാണ് ഞാൻ നിന്നെ ഭോഷനാണെന്ന് അറിഞ്ഞിട്ടും വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്റെ പുറകെ വാ എന്ന് കൽപ്പിച്ചിട്ട് മുമ്പോട്ടങ്ങ് നടന്നു. നിർബൽ
मैं हूं हे प्रभु यह जानकर भी मुझे तू क्यों बुलाया. ഞാൻ അശക്തനാണെന്ന്, നിർബലനാണെന്ന്, ബലഹീനനാണെന്ന് അറിഞ്ഞിട്ടും കർത്താവെ അങ്ങനെ എന്തിനു വിളിച്ചു? കർത്താവ് പറഞ്ഞു, ബൽവാനോ കോ ലജ്ജിത് കർണേ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാനാണ് ബലമില്ലാത്ത നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിട്ട് എന്നോട് കൽപ്പിച്ചു, പുറകെ വാ, നിൽക്കണ്ട, ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല, നീ എന്റെ പുറകെ വാ എന്നും പറഞ്ഞ് അവിടുന്ന് അങ്ങ് മുമ്പോട്ട് പോയി. സ്തോത്രം. മൂർഖ തുച്ഛ മേ ജാനാ ഗയാ, യഹ് ജാൻകർ ഭി മുझे तू क्यों बुलाया. ഞാൻ ഇങ്ങനെ കുലഹീനനും നികൃഷ്ടനും ഏതുമില്ലാത്തവനുമാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ എന്തിനു വിളിച്ചു? സ്തോത്രം. പൗലോസ് 1 കൊരിന്ത്യർ 1:26 തൊട്ട് പറയുന്ന കാര്യങ്ങളാണിത്. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. സ്തോത്രം. ആ നിലയിലൊക്കെ ആയിരുന്നു ദൈവം തനിക്കുള്ളവരെ തിരഞ്ഞെടുക്കുമായിരുന്നത് എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പട്ടികയിൽ പെടുകയില്ലായിരുന്നു, നിങ്ങളിലും പലരും പെടത്തില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാ. നമ്മളൊക്കെ അത് സമ്മതിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. കാരണം നമ്മുടെ ഒന്നും യാതൊരു യോഗ്യതകളും വെച്ചല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ അയോഗ്യതകൾ മാത്രമായിരുന്നു. ആവർത്തിക്കുന്നു, കർത്താവിന് നമ്മെ തിരഞ്ഞെടുക്കുവാൻ നമ്മിൽ കണ്ട യോഗ്യത നമ്മുടെ അയോഗ്യതകൾ മാത്രം, അയോഗ്യതകൾ മാത്രം. സ്തോത്രം. അവിടെ ഒരു പ്രയോഗമുണ്ട്. അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും പുതുമയില്ലാത്തതും തിരഞ്ഞെടുത്തു. ഒന്നുമില്ലാത്തതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ആ അവസാനത്തെ പ്രയോഗമാണ്. ലോകത്തിൽ ഉള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ. എങ്ങനെയുള്ളതിനെ തിരഞ്ഞെടുത്തു? ഏതുമില്ലാത്തത്. പിന്നെ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതുമായതിനെ തിരഞ്ഞെടുത്തു. ആ ഏതുമില്ലാത്തത് എന്ന പ്രയോഗം ഉള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. ഇപ്പൊ നമ്മളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ളവരെന്ന? ഏതുമില്ലാത്തവർ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഭൂമിയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് ലോകത്തിനൊരു വിഷയമേ അല്ല. നമ്മുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ ലോകത്തിന് വിഷയമല്ല. ദൈവിക ദൃഷ്ടിയിൽ നമ്മുടെ സാന്നിധ്യം ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ ഭാഗമല്ല പക്ഷേ നമ്മൾ ഈ പറയുന്നത്. സ്തോത്രം. No acknowledgement by the world. We are not that worth that the world recognizes our presence. Or even when we are no more, the world will never feel our absence. That's why Paul says we are people of nothingness.
സ്തോത്രം. ഏതുമില്ലാത്തവരാണ് നാം എന്ന് പറയാൻ കാരണം നാം നമ്മുടെ അസ്തിത്വം ഇന്നാളുണ്ട് എന്ന നിലയിൽ അംഗീകരിക്കുകയോ അംഗീകരിപ്പാൻ യോഗ്യമായ അസ്തിത്വമല്ല നമ്മുടേത്. അതുപോലെ നാം ഒരു ദിവസം ഇല്ലാതെയായാൽ നമ്മുടെ അസാന്നിധ്യവും ലോകം ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടേത് എങ്കിൽ നാം ഏതുമില്ലാത്തവരാണ്. അപ്പോൾ പറഞ്ഞു വന്ന രണ്ടും കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഈ വിഷയം ഇല്ല, പക്ഷെ നമ്മളൊന്ന് കണക്ട് ചെയ്തതാ. എബ്രായർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഈ മഹത്തും ബൃഹത്തുമായ സൃഷ്ടികളെ നോക്കിയാൽ മനുഷ്യനെ ദൈവം ഓർക്കത്തക്കതുപോലെ ഒന്നും മനുഷ്യനിലില്ല. എങ്കിലും അവൻ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഈ ലോകത്തിലെ ബലവാന്മാര്, ജ്ഞാനികള്, കുലശ്രേഷ്ഠന്മാര്, ഉത്കൃഷ്ടന്മാരെ ഒക്കെ നോക്കിയാൽ നമ്മളെ ഒന്നും തിരഞ്ഞെടുക്കാനായിട്ട് അരികത്തുപോലും വരില്ല. പക്ഷെ ദൈവത്തിന് എന്താ ഇഷ്ടമായത്? നമ്മെപ്പോലെയുള്ള ഭോഷന്മാരെയും നമ്മെപ്പോലെയുള്ള ബലഹീനന്മാരെയും പോലെയുള്ള കുലഹീനരെയും നികൃഷ്ടരെയും ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുക്കുവാന്. എന്നിട്ട് ഈ ബുദ്ധിയും കഴിവുമൊന്നും ഇല്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ കൂടെ പ്രസംഗിച്ചത് ഏതാണ്ടൊക്കെ ഭോഷത്വങ്ങളായിരുന്നു. സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ പോലും ജനങ്ങളെ രക്ഷിക്കുവാൻ ദൈവം അങ്ങ് പ്രസാദിച്ചു. അതുകൊണ്ട് ഭോഷത്വം പ്രസംഗിച്ചുകൊണ്ടിരിക്കണമെന്നല്ല അർത്ഥം കേട്ടോ. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മെ കരുതി, നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിനായും ദൈവത്തിന് സ്തോത്രം. അങ്ങനത്തെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വീണില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ദൈവസഭയ്ക്കകത്തേക്ക് വരില്ലായിരുന്നു. കർത്താവിന്റെ വേലയിൽ നാം ആകുകയില്ലായിരുന്നു. യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുവാൻ നമുക്ക് പ്രാപ്തിയില്ലാതെ പോയേനെ. സ്തോത്രം. ഈ വലിയ തെരഞ്ഞെടുപ്പിനായി അവിടത്തേക്ക് സ്തോത്രം. അതെ, നമ്മെ ഓർക്കുവാൻ നാം എന്തുള്ളൂ. ദാവീദ് പറഞ്ഞത് നമുക്കറിയാം. 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ദാവീദിനൊരാഗ്രഹം, ദേവാലയം പണിയണമെന്ന്. എല്ലാ സാമഗ്രികളും ഒരുക്കി പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകനും പറഞ്ഞു, തീർച്ചയായിട്ടും നിന്റെ മനസ്സിലുള്ളതൊക്കെ ചെയ്തോ. എന്നാൽ പ്രവാചകനെ കർത്താവ് തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു, നീയല്ല, നിന്റെ മകനായിരിക്കും ദേവാലയം പണിയുക. എന്നാൽ കർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ അധ്വാനിക്കാൻ ആഗ്രഹിച്ച ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. അതുകൊണ്ട് 2 ശമൂവേൽ 7-ാം അധ്യായം ദാവീദ്യ ഉടമ്പടി എന്നാണല്ലോ അറിയപ്പെടുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഡേവിഡിക് കവനന്റ് എന്നാണ് 2 ശമൂവേൽ 7 അറിയപ്പെടുന്നത്. അതിൽ ദേവാലയം നീ പണിയണ്ട എന്ന് പറഞ്ഞിട്ട്, സ്തോത്രം, ദാവീദിന് വേണ്ടി ദൈവം പണിയുന്ന ഗൃഹത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞത്. അതെല്ലാം കൂടെ കേട്ട ദാവീദ് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുവാ? സ്തോത്രം. Who am I, O Lord God, and what is my house that you ആമേൻ. have taught me thus far? എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, എന്നെ
ഇത്രത്തോളം ഓർക്കുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ. ദാവീദ് വെറും ഒരു പൊടിയല്ലേ, ഒരു ചെള്ളല്ലേ. ഇത്രത്തോളം എന്നെക്കുറിച്ച് കരുതാൻ, ഇത്രത്തോളം എന്നെക്കുറിച്ച് പറയാൻ ദാവീദ് എന്തുള്ളൂ. ദാവീദ് എൻ്റെ അപ്പന്റെ ഗൃഹവും എന്തുള്ളൂ. നമുക്ക് നമ്മുടെ കർത്താവിനോട് ഇതേ പറയാൻ കഴിയൂ. മനുഷ്യജാതിയെ മുഴുവനും അങ്ങ് ഓർത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷ കിട്ടി. ദൂതന്മാരെ പോലെ സൃഷ്ടിപ്പിൽ മനുഷ്യജാതിയേക്കാൾ ശ്രേഷ്ഠരായ ദൂതന്മാരെ പോലെ ഞങ്ങളെ കൈവിട്ടിരുന്നെങ്കിൽ പൊയ്പോയേനെമെല്ലാം. അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പറഞ്ഞതു, ലോകത്തിൽ ബുദ്ധിമാന്മാരും ബലവാന്മാരുമൊക്കെ ആയവരെ തിരഞ്ഞെടുക്കാതെ ബലഹീനരും നികൃഷ്ടരും ഏതുമില്ലാത്തവരുമൊക്കെ ആയ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിലൂടെ ഉള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ, ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കുവാൻ, ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് നമുക്കും കർത്താവിനോട് ദാവീദിനെ പോലെ പറയാം, ഇത്രത്തോളം ഞങ്ങളെ ഓർക്കുവാൻ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ. നമുക്ക് ഈ കർത്താവിനോടുള്ള നന്ദിയാൽ നമ്മെ തന്നെ പൂർണ്ണമായും അവിടുത്തേക്ക് കൊടുക്കാം. സ്തോത്രം. നമ്മെ തന്നെ കർത്താവിന് കൊടുക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ പക്കൽ ഒന്നുമില്ല കർത്താവിന് കൊടുക്കാൻ. ആകയാൽ കർത്താവിനോട് നന്ദിയുള്ളവരായി നമ്മെ തന്നെ പൂർണ്ണമായും അവിടത്തേക്ക് കൊടുത്തുകൊണ്ട് ക്രിസ്തുവും ഒത്തുള്ള നമ്മുടെ മുഖാമുഖമായ കൂടിച്ചേരലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് ജീവിതം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.